അങ്ങനെ ഞാൻ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 7 പണിയുടെ ഗ്രാൻഡ് ലോഞ്ച് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറയാലോ, ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നല്ല ഒരു എൻ്റർടൈനർ ആയിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ്. ലാലേട്ടൻ എനിക്ക് പറയാൻ അറിയില്ലാത്ത ഏതോ ഒരു കളർ, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു കളറാണ്, എനിക്കറിയില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് കളർ ജിബയും നല്ല ബ്ലാക്ക് കളർ മുണ്ടൊക്കെ കൊടുത്ത് നല്ല സെറ്റായിട്ടാണ് വന്നത് കേട്ടോ. ഇന്ന് ഒരു പർപ്പിൾ കളർ ജിബയും മുണ്ടൊക്കെ ഇട്ട് വന്ന് നമുക്ക് ബിഗ് ബോസ് ഹൗസ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എവിടെ എന്തൊക്കെയാണുള്ളതെന്ന്. അതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്തൊരു പ്രത്യേകമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യത്തെ നമ്മുടെ ഹൗസിനുള്ളിൽ സ്മോക്കിംഗ് ഏരിയ കണ്ടില്ല. എല്ലാ പ്രാവശ്യവും സ്മോക്ക് ചെയ്യാനായിട്ടൊരു ഏരിയ അവിടെ കാണുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം അത് കണ്ടില്ല. ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം. പിന്നെ എല്ലാ സീസണിലും വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഹൗസ് വളരെ നല്ല ഹൗസാണ്. എന്ത് രസമാണെന്നറിയാം കാണാൻ. അതിനകത്തുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം 19 കണ്ടസ്റ്റൻസും 20 മെമ്പേഴ്സുമാണ് നമുക്ക് ഹൗസിനുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ബിബി ഹൗസിലേക്ക് ഇപ്രാവശ്യം കയറിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് അനീഷ് എന്ന് പറഞ്ഞ ആളാണ്. പേഴ്സണലി എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു മുഖമാണ് അനീഷ്. പിന്നെ സ്ത്രീ വിരുദ്ധതയൊക്കെ പറയുന്നതാണ് മോഹൻലാൽ ആദ്യം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയല്ല, കുറച്ച് ഫാക്ട്സൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത് വന്നത് നമ്മുടെ അനുമോളാണ്. അനുമോള് പിന്നെ എല്ലാവർക്കും അറിയാം, നല്ല സീരിയൽ ആക്ട്രസ്സാണ്. അനുമോളെ എല്ലാവർക്കും അറിയാം, നല്ലൊരു കുട്ടിയാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന ആര്യനാണ്. കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത്ര നല്ല പരിചയമുള്ള ആളായിട്ട് തോന്നിയില്ല. പിന്നെ അടുത്തത് വന്നത് കലാഭവൻ സരികയാണ്. സരിക ചേച്ചിനെ പിന്നെ അറിയാം. പിന്നെ നമ്മുടെ സ്റ്റാർ സിംഗർ എപ്പോഴും കാണുന്നത് കൊണ്ട് അക്ബർ ഖാനെ അറിയാം. നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ RJ ബിൻസി, ആദ്യമായിട്ടാണ് RJ ബിൻസിയെ കാണുന്നത്. കുറേ പേരുകളൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒനിൽ എന്നാണ് പേരെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പരിചയമില്ല. പിന്നെ അടുത്ത നെക്സ്റ്റ് വന്നിരിക്കുന്ന അഭിലാഷിനെ നമുക്ക് പരിചയമില്ലാത്ത ആളാണ്. പിന്നെ രണ ഫാത്തിമയും പരിചയമില്ല. പിന്നെ നെക്സ്റ്റ് ആളാണ് രഞ്ജിത്ത് മുൻഷി. ഇദ്ദേഹത്തിൻ്റെ ഫേസ് കട്ട് കണ്ടിട്ട് എവിടെയൊക്കെ കണ്ട പോലെയുള്ള പരിചയമുണ്ട്, പക്ഷേ അത്ര പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഒരാൾ വന്നിരിക്കുന്നത് ഹിന്ദി ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരാളാണ്, ഗസേൽ. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുന്ന ആളായതുകൊണ്ട് ശാരികയെ നമുക്കറിയാം. ശാരികയാണ് നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ്. പിന്നെ അടുത്ത ആളാണ് ഷാനവാസിക്ക, സീരിയൽ ആക്ടറാണ്. കുറച്ച് സീരിയൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ആളാണ് നെവിൻ. ഒരു എന്താ പറയുക, ഒരു കൊറിയോഗ്രാഫറാണ്, ഈ ഫാഷൻ കൊറിയോഗ്രാഫറാണ് നെവിൻ. ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ തന്നെ വന്നത് നെവിൻ്റെ പേരാണ് വന്നിരിക്കുന്നത്. നേരത്തെ പരിചയമില്ല, ഇപ്പോൾ ഉള്ളൂ. അടുത്തതാണ് നൂറ ആദില. ഇതാണ് ഞാൻ പറഞ്ഞ 2 പേരാണ്, പക്ഷേ ഒരു കണ്ടസ്റ്റൻ്റാണ്. അതുകൊണ്ടാണ് 19 കണ്ടസ്റ്റൻറ്റും 20 മെമ്പേഴ്സും എന്ന് ഞാൻ പറഞ്ഞത് ആദ്യം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ വന്നത് ശൈത്യ. നമ്മുടെ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് ശൈത്യ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ബിഗ് ബോസിലൂടെയും കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ബിന്നി, സീരിയൽ ആക്ട്രസ്സാണ്. ഇപ്പോൾ ആ സീരിയൽ അങ്ങ് കഴിഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ ബിന്നി വന്നിട്ടുണ്ട്. അടുത്തത് പിന്നെ രേണുസുതി, നല്ല പെർഫോമൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അവസാനമായിട്ട് അപ്പാനി ശരത്ത്. എല്ലാവരും കൂടി ഇപ്രാവശ്യം അടിപൊളിയായിട്ട് കളിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവരും തകർത്ത് തിമിർത്ത് മുമ്പോട്ട് പോവുക. ഇനി എല്ലാ ദിവസങ്ങളിലും നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും കൂടെ കൂട്ടണേ, മറക്കല്ലേ. താങ്ക്